വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോയുടെ പുതിയ അഡ്മിഷൻ തുടങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് ഇഗ്നോയ്ക്ക് BA-ക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇഗ്നോയിൽ 4 ഇയർ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇഗ്നോയിൽ കഴിഞ്ഞ സെഷൻ തൊട്ടിട്ട്, അതായത് ഇയർലി 2 തവണയാണ് അഡ്മിഷൻ വരുന്നത്, ഒന്ന് ജാനുവരിയിലും ഒന്ന് ജൂലൈയിലും. അപ്പോൾ ജാനുവരി സെഷൻ തുടങ്ങിയിട്ട് ഇഗ്നോയിൽ 4 ഇയർ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രോഗ്രാമും 4 ഇയർ അല്ല കേട്ടോ. വെറും 17 പ്രോഗ്രാം മാത്രമാണ് 4 ഇയർ ഉള്ളൂ. ബാക്കി എല്ലാ പ്രോഗ്രാംസും നമുക്ക് 3 ഇയർ തന്നെ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾ 4 ഇയർ പ്രോഗ്രാം എടുത്താൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3 ഇയറിൽ ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് ചെയ്യാവുന്നതാണ്. എക്സിറ്റ് ഓപ്ഷൻ അടിക്കുകയാണെങ്കിൽ നോർമൽ 3 ഇയർ വാലിഡിറ്റി ഉള്ള ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ 4 ഇയർ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേസമയം നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾക്ക് ആദ്യം തന്നെ 3 ഇയർ ഡിഗ്രി എടുത്താൽ മതിയെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ 4 ഇയർ ഡിഗ്രീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ 3 ഇയർ ഡിഗ്രീനെ പറ്റിയിട്ടും അതിൻ്റെ ഫീസും പിന്നെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പേര് എടുക്കുന്ന പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് BA പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെയും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇഗ്നോയുടെ പ്രോസ്പെക്ടസ്. ഓരോ സെഷനിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസ്പെക്ടസ് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. കുറേ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറേ പ്രോഗ്രാമൊക്കെ കണ്ടെത്തിയിട്ട് വരും, അതിവിടെ ഉണ്ടോ ചോദിക്കും. അത് ഉണ്ടാവില്ല. ഓരോ സെഷനിലും ഒരു പ്രോസ്പെക്ടസ് കൊടുക്കുന്നത്, അതിലുള്ള പ്രോഗ്രാമിന് മാത്രമാണ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത്. ഏതൊക്കെ സബ്ജക്റ്റ്, എത്രയാണ് ഫീസ്, കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ സിലബസ് ഒക്കെ ഇതിനകത്താണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ, അതായത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് പ്രോഗ്രാം എടുക്കുന്നത്, അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ സബ്ജക്ട്സ് ഒക്കെയാണ് പഠിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ പേജ് നമ്പർ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിലബസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ സിലബസിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല, ജസ്റ്റ് ഫീസ് സ്ട്രക്ചറും അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ കേട്ടോ. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലും BA പ്രോഗ്രാമിന് അഡ്മിഷൻ ഉണ്ട്. അതേസമയം സൈക്കോളജിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാബ് ഫെസിലിറ്റി ഒക്കെ എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റഡി സെൻറ്റേഴ്സിൽ മാത്രമാണ് അതിൻ്റെ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏത് റീജിയൻ സെൻ്ററാണ്, എവിടേക്കാണ് കൊടുക്കുന്നത് സ്റ്റഡി സെൻറ്റർ എന്നൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് 27ാമത്തെ പേജ് തൊട്ടിട്ടാണ് പ്രോഗ്രാം ഇൻഫോർമേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാം നിങ്ങൾ ഇഗ്നോയ്ക്കകത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്തും പ്രോഗ്രാം ഫീസിൻ്റെ പുറമെ ആയിട്ട് 300 രൂപ രജിസ്ട്രേഷൻ ഫീസും 200 രൂപ ഡെവലപ്മെൻറ്റ് ചാർജസും കൊടുക്കണം. അത് ഫസ്റ്റ് ഇയറിൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പിന്നീട് നമ്മൾ സെക്കൻഡ് ഇയറിന് പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്തൊന്നും അത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമുക്ക് 4 ഇയർ പ്രോഗ്രാമിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വേറൊരു പ്രോഗ്രാം കാണുന്നുണ്ടാവും, BAM എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം. ഈ M എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു സ്പെഷ്യലൈസേഷനോ കാര്യങ്ങളൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറിയാണ്. അതായത് നമ്മളൊരു BA പ്രോഗ്രാം എടുക്കുകയാണ്, നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനൊന്നും വേണ്ട, ജസ്റ്റ് ഒരു BA പ്രോഗ്രാം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചലർ ഓഫ് ആർട്സ് ഈ BAM എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് 2 ഡിസിപ്ലിൻ സെലക്ട് ചെയ്യും. മൾട്ടി ഡിസിപ്ലിനറി ആണല്ലോ, അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഡിസിപ്ലിൻ ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ 2 ഡിസിപ്ലിനാണ് സെലക്ട് ചെയ്യുന്നത്. ആ 2 സബ്ജക്റ്റിൻ്റെ ബേസിലായിട്ടായിരിക്കും നിങ്ങൾക്ക് സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യോളജിയും സൈക്കോളജിയും കൊടുക്കാം, അല്ലെങ്കിൽ സോഷ്യോളജിയും ഇംഗ്ലീഷും കൊടുക്കാം, അല്ലെങ്കിൽ എക്കണോമിക്സും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള 2 സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സബ്ജക്ട്സേ പഠിക്കാൻ വരുള്ളൂ. പക്ഷേ കോഴ്സിൻ്റെ പേര് എപ്പോഴും എന്തായിരിക്കും? BAM, അതായത് ബാച്ചലർ ഓഫ് ആർട്സ് തന്നെ ആയിരിക്കും. അത് വന്നിട്ടുള്ളത് 3 ഇയർ കോഴ്സാണ്. മാക്സിമം ഡ്യൂറേഷൻ 6 ഇയേഴ്സ്, അതായത് മിനിമം 3 വർഷത്തിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല അതെങ്കിൽ മാക്സിമം ഒരു എക്സ്ട്രാ 3 വർഷം കൂടി തരും. മൊത്തത്തിൽ 6 വർഷമാണത്, 6 വർഷം തീർക്കാവുന്നതാണ്. ഫീസ് വരുന്നത് 4500 പെർ ഇയർ ആണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ 4500 പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് 300, ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ അടക്കം 5000 രൂപയാണ് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് വരുന്നത് 4 ഇയർ പ്രോഗ്രാമാണ്. മൊത്തത്തിൽ 17 പ്രോഗ്രാമാണ് 4 ഇയർ പ്രോഗ്രാമിലുള്ളത്. അതിൽ തന്നെ BA പ്രോഗ്രാം ഒരു 14 എണ്ണമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എക്കണോമിക്സ് നമുക്ക് 4 ഇയർ ഉണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു, ഓക്കെ, പിന്നെ ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് നോർമലി വരുന്ന BA പ്രോഗ്രാംസ് കേട്ടോ. അതിനകത്ത് ഫിലോസഫി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഗ്രാമാണ് നമുക്ക് 4 ഇയർ വരുന്നേക്കുന്നത്. ഇതേ സെയിം പ്രോഗ്രാം, അതായത് BA ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം 3 ഇയറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 4 ഇയർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേജർ പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയല്ല നിങ്ങൾക്ക് 3 ഇയർ മതി എന്നുണ്ടെങ്കിൽ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോണേഴ്സ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഈ ഹോണേഴ്സ് പ്രോഗ്രാം എല്ലാം ഇതേപോലെ സ്പെഷ്യലൈസേഷനുള്ള പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ 3 വർഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 4 ഇയർ ആണെങ്കിലും
പിന്നെ 3 ഇയർ ആണെന്നുണ്ടെങ്കിലും സെയിം ഫീസ് തന്നെയാണ് BAക്ക് വരുന്നത്. ഒട്ടുമിക്ക പ്രോഗ്രാമിനും 5,000 പെർ ഇയർ ആണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ 5,000 പ്ലസ് 300 രൂപ പ്രോസസ്സിംഗ് ചാർജ്, 200 രൂപ ഡെവലപ്മെൻറ്റ് ചാർജസ് അടക്കം 5,500 രൂപയാണ് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതേസമയം സൈക്കോളജി ആണ് സമയത്ത് കുറച്ചും കൂടി ഫീസ് കൂടുതലാണ്. 5,500 പെർ ഇയർ ആണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. ഫസ്റ്റ് ഇയറിൽ 5,500 പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് 300, ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ അടക്കം 6,000 രൂപ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി ഒരു വിധത്തിനൊക്കെ 5,000 ആണ് പെർ ഇയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എലിജിബിലിറ്റി വന്നിട്ടുള്ളത് നമുക്കങ്ങനെ +2 മതി. പക്ഷേ +2 തന്നെ സയൻസ് വേണം, കൊമേഴ്സ് വേണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു +2 അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഇത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജ് ക്രൈറ്റീരിയ ഒന്നുമില്ല കേട്ടോ. +2 ഓർ ഇറ്റ്സ് ഈക്വലൻ്റ് എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ.